നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും ഇന്ത്യൻ കമ്പനികളുടെ മോശം സാമ്പത്തിക പ്രകടനവും കാരണം ഇന്ത്യൻ ഓഹരി വിപണി വലിയ ചാഞ്ചാട്ടത്തിലായിരുന്നു. 2026 പുതിയ പ്രതീക്ഷകൾ നൽകുമെന്ന് നിക്ഷേപകർ കരുതിയെങ്കിലും നിലവിലെ സാഹചര്യം അത്ര ശുഭകരമല്ല. എന്നിരുന്നാലും വിപണിയിലെ ഈ തകർച്ചയ്ക്കിടയിലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുന്ന ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ ഓഹരിയുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി വിപണി കൂപ്പുകുത്തുമ്പോഴും ഈ ഓഹരി മികച്ച ലാഭം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള കെമിക്കൽ മേഖല പോലും മോശം പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഈ ഓഹരി വിപണി ട്രെൻഡിന് വിപരീതമായി നേട്ടം നിലനിർത്തുന്നത് ശ്രദ്ധേയമാണ്. നോസൽ ലിമിറ്റഡ് എന്ന ഓഹരിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. അരവിന്ദ് മഫ്ത്ലാൽ ഗ്രൂപ്പിന്റെ ഭാഗമായ നോസൽ ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും വലിയ റബ്ബർ കെമിക്കൽ നിർമ്മാതാക്കളാണ്. ഏകദേശം 40% വിപണി വിഹിതം ഈ കമ്പനിക്കുണ്ട്. ആക്സിലറേറ്ററുകൾ, ആന്റി ഡീഗ്രേഡുകൾ, സ്പെഷ്യാലിറ്റി കെമിക്കലുകൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 20-ലധികം വ്യത്യസ്ത റബ്ബർ കെമിക്കലുകൾ കമ്പനി വിപണിയിലെത്തിക്കുന്നു. പിൽഫെക്സ്, പിൽനോക്സ്, പിൽഗാർഡ്, പിൽക്യൂർ എന്നീ ബ്രാൻഡ് നാമങ്ങളിലാണ് ഇവ വിൽക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നോസിലിന്റെ ഓഹരി വില 20% വർദ്ധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടയിലുള്ള വളർച്ച 8.9%. വിപണി തകർച്ചയിലും നോസിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ പ്രധാന കാരണം വിൽപ്പനയിലുള്ള സ്ഥിരതയാർന്ന വളർച്ചയും വരാനിരിക്കുന്ന വലിയ വളർച്ചാ പ്രതീക്ഷകളുമാണ്. കഴിഞ്ഞ 5 പാദങ്ങളായി കമ്പനിയുടെ വോളിയം വളർച്ച കൃത്യമായി വർദ്ധിക്കുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തെ 3-ാം പാദവും 2026 സാമ്പത്തിക വർഷത്തെ 3-ാം പാദവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയിൽ 6%-ലധികം ഇയർ-ഓൺ-ഇയർ വളർച്ചയുണ്ടായിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ ആകെ 3% മുതൽ 4% വരെ വളർച്ച കമ്പനി മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും ആഭ്യന്തര വിപണിയിലെ ഡിമാൻഡാണ് ഈ വളർച്ചയ്ക്ക് കരുത്തേക്കുന്നത്. എന്നാൽ US താരിഫ് സമ്മർദ്ദങ്ങളും സീസണൽ മാറ്റങ്ങളും കാരണം കയറ്റുമതിയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഗുജറാത്തിലെ ദഹേജിലുള്ള നിർമ്മാണ കേന്ദ്രത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 2026 സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദത്തിൽ നോസിൽ പുതിയ നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്നു. 2013 മുതൽ പ്രവർത്തിക്കുന്ന അത്യാധുനികമായ ഈ പ്ലാന്റ് നിലവിൽ അതിന്റെ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നത്. ഉൽപാദനം ഇനിയും വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി 250 കോടി രൂപ കൂടി ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾക്കും തുറമുഖങ്ങൾക്കും അടുത്തായതിനാൽ ഗതാഗത ചെലവ് കുറയ്ക്കാനും പ്രവർത്തനക്ഷമത കൂട്ടാനും ഈ പ്ലാന്റിന് സാധിക്കുന്നുണ്ട്. പുതിയ പ്ലാന്റ് പൂർണ്ണ തോതിൽ സജ്ജമാകുന്നതോടെ വിൽപ്പനയിൽ വൻ വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ പാദങ്ങളിൽ നോസിലിന്റെ കയറ്റുമതിയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ആഗോളതലത്തിൽ റബ്ബർ ഉപയോഗം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള റബ്ബർ ഉപയോഗം 2016-ലെ 27.5 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്ന് 2024-ൽ 31.9 മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 3.5% റബ്ബർ കെമിക്കലുകളാണ്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും റബ്ബർ കെമിക്കലുകളുടെയും ലോകത്തിലെ 3-ാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ. ഇന്ത്യ ഒരു വലിയ ഉപഭോക്താവ് മാത്രമല്ല, റബ്ബർ കെമിക്കലുകളുടെ മുൻനിര വിതരണക്കാരിൽ ഒന്നുകൂടിയാണ്. നിലവിൽ ആഗോള വിപണിയുടെ 80% ചൈനയുടെ കൈപ്പിടിയിലാണെങ്കിലും ഇന്ത്യ ഈ മേഖലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് പകരമായി മറ്റൊരു രാജ്യം അന്വേഷിക്കുമ്പോൾ ഇന്ത്യയിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായ നോസിലിന് ഇത് വലിയ ഗുണം ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഗ്രീൻ കെമിസ്ട്രി, സുസ്ഥിര വികസനം എന്നിവയിൽ നോസിൽ ഏറെ മുന്നിലാണ്. പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് കമ്പനി തങ്ങളുടെ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത്. കടുത്ത പരിസ്ഥിതി നിയമങ്ങളുള്ള ഈ മേഖലയിൽ പുതിയ കമ്പനികൾക്ക് കടന്നു വരിക എന്നുള്ളത് വളരെയധികം പ്രയാസമായ കാര്യമാണ്. കർശനമായ നിയമങ്ങൾ, സാങ്കേതിക വൈദഗ്ധ്യം, ഉപഭോക്താക്കളുമായി ദീർഘകാല ബന്ധം, പ്ലാന്റുകൾക്കുള്ള അംഗീകാരം ലഭിക്കാനുള്ള കാലതാമസം എന്നിവ നോസിലിന് വിപണിയിൽ ഒരു മേൽക്കോയ്മ നൽകുന്നുണ്ട്. വിൽപ്പനയുടെ അളവ് വർദ്ധിച്ചെങ്കിലും കെമിക്കലുകളുടെ വിലയിലുണ്ടായ കുറവ് കാരണം കമ്പനിയുടെ വരുമാനത്തിൽ നേരിയ ഇടിവുണ്ടായിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷം 3-ാം പാദത്തിൽ 318 കോടി രൂപയായിരുന്ന വരുമാനം 2026-ൽ 315 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഇതേ കാലയളവിൽ അറ്റാദായം 12 കോടിയിൽ നിന്ന് 9 കോടിയായും താഴ്ന്നു. കൂടാതെ നോസിലിന്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 6.7% മാത്രമാണ്. ഇത് ഈ മേഖലയിലെ ശരാശരിയായ 15%-ത്തേക്കാൾ കുറവാണ്. എന്നാൽ ഡിവിഡൻഡ് നൽകുന്ന കാര്യത്തിൽ നോസിൽ മുന്നിലാണ്. ഈ മേഖലയിലെ ശരാശരി ഡിവിഡൻഡ് ഈൽഡ് 0.36% ആയിരിക്കുമ്പോൾ നോസിലിന്റേത് 1.23%. ഓഹരിയുടെ PE 43 ടൈംസ് ആണ്. ഈ മേഖലയിലെ ശരാശരി PE 25 ടൈംസ് ആണെന്നിരിക്കെ നോസിൽ ഓഹരികൾ ഉയർന്ന മൂല്യത്തിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇവിടെ കമ്പനിയുടെ പല ഫാക്ടേഴ്സും ഓഹരി അല്പം റിസ്കി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വിപണിയിൽ ഇപ്പോൾ നേട്ടം തന്നു എന്ന് പറഞ്ഞാലും 2025 ഓഹരി വില ഏകദേശം 250 രൂപയിൽ നിന്ന് 140 രൂപ വരെ ഇടിഞ്ഞിരുന്നു. അതായത് 40%-ഓളം തകർച്ച നേരിട്ടിരുന്നു. ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ കെമിക്കലുകളുടെ വരവും കയറ്റുമതിയിലെ ഇടിവുമാണ് ഇതിന് പ്രധാന കാരണമായത്. എന്നാൽ 2026 മാർച്ചോടെ വില 160 രൂപയ്ക്ക് മുകളിലേക്ക് തിരിച്ചു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെ
ഒരു റീബൗണ്ടായി നിക്ഷേപകർ കാണുന്നത്. എന്തിനാണ് ഇതിനെ വാച്ച് ലിസ്റ്റിലേക്ക് വെക്കാൻ പറ്റുന്ന ഓഹരിയാണെന്ന് പറയുന്നത്? ഇവിടെയാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ ലാഭമല്ല, മറിച്ച് ഭാവിയിലെ സാധ്യതകളാണ് നമ്മൾ നോക്കേണ്ടത്. ആഗോള കമ്പനികൾ ചൈനയ്ക്ക് പകരം ഇന്ത്യയെ ഒരു പ്രധാന സപ്ലൈ ഹബ്ബായി കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ കെമിക്കൽ കമ്പനി എന്ന നിലയിൽ ഇതിന്റെ പ്രധാന ഗുണഭോക്താവ് നോസിലായിരിക്കും. ദഹേജിൽ 250 കോടി രൂപയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ ഉൽപാദനവും വോളിയവും വർദ്ധിക്കുമെന്ന് വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ടയർ കമ്പനികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് റബ്ബർ കെമിക്കലുകളുടെ ഡിമാൻഡ് കൂട്ടും. ഇതെല്ലാം മാറ്റി നിർത്തിയാൽ കമ്പനിയുടെ ഒരു സവിശേഷത നോസിൽ ഏതാണ്ട് ഡെപ്റ്റ് ഫ്രീ ആയ കമ്പനിയാണ് എന്നുള്ളതാണ്. കൂടാതെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് മികച്ച ഡിവിഡൻഡ് നൽകുന്നുമുണ്ട്. നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഈ ഓഹരി വില കൂടിയതായി തോന്നാം. എന്നാൽ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റർ എന്ന നിലയിൽ ചിന്തിക്കുന്നവർക്ക് ഭാവിയിലെ ബിസിനസ് വളർച്ച മുൻകൂട്ടി കണ്ട് ഇതിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതിനായി ഇപ്പോൾ ഒരു എൻട്രി നടത്തുന്നതിന് മുൻപ് കമ്പനിയുടെ മാർജിൻ മെച്ചപ്പെടുന്നുണ്ടോ എന്നും വോളിയം വളർച്ച മാനേജ്മെന്റ് പറയുന്നത് പോലെ നടക്കുന്നുണ്ടോ എന്നും അടുത്ത ക്വാർട്ടർ റിസൾട്ടിലൂടെ വിലയിരുത്തുക.